ഹായ് എവ്രി വൺ, ഞാൻ കാർത്തിക. വെൽക്കം ടു ഞങ്ങളുടെ കുട്ടി സ്കോട്ട്ലാൻഡ് വീഡിയോ. ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ അറൗണ്ട് ഒക്ടോബർ ടൈമിൽ പോയൊരു വീഡിയോ ആണ്. ഇത് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു യാത്രയാണ്. നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരിവിടെ അടുത്തുള്ള ലീഡ്സ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് അവിടെ പോയിട്ട് അവരെ പിക്ക് ചെയ്തു ഏർലി മോർണിംഗ്. എന്നിട്ട് അങ്ങനെ നേരെ സ്കോട്ട്ലാൻഡ് പോവുക ചെയ്തത്. ആ സമയത്ത് നമുക്കിങ്ങനെ യൂട്യൂബിലിടണം, യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധാ വീഡിയോസ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒന്ന് ക്ലബ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫസ്റ്റ് കയറിയത് ഒരു വെതർ സ്പൂൺ ഹോട്ടലിലാണ്. അവിടെ അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിന് നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഗാരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജിലേക്കാണ്. അത് അത്യാവശ്യം ഫേമസാണ്. ഈ കാണുന്നതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ സാധാരണ പ്രോപ്പർ ഓട്ടം സമയത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയ സമയം ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി. ഞങ്ങൾ സ്റ്റാർട്ടിങ് ഓഫ് ഒക്ടോബറിലാണ് പോയത്. ശരിക്കും പോകേണ്ടത് ഒരു 20th ശേഷം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് അവിടെ കാണുന്ന വലിയ ബ്രിഡ്ജ് കണ്ടോ? ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാർ പാർക്ക് ഉണ്ട്. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടന്ന് വന്നത്. കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നടന്ന് ആ വലിയ ബ്രിഡ്ജിൻ്റെ അടിയിലെത്തി. അവിടെ ഒരു ബഞ്ചി ജമ്പിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം അതവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് അവിടെ ഒരു സ്റ്റോം അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഹൈലാൻഡ് ഫ്ലിങ് ബഞ്ചി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്നാൽ ഇനി പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് മെയിൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. നമ്മൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോണ വഴിക്ക് ഒരു ഹൈലാൻഡ് ഫോക്ക് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിയത്തിലും കയറിയിട്ട് പിന്നെ നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. ഇതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേ. ഇത് ലോക്കിൻഷ് ഔട്ട്ഡോർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ സ്റ്റേ ആയിരുന്നേ. ഈ കംപ്ലീറ്റ് ബിൽഡിംഗ് നമുക്ക് 4 പേർക്ക് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ബാക്കിയുള്ള എല്ലാവരും ബുക്ക് ചെയ്തത് ഇതുപോലത്തെ ഇൻഡിവിജ്വൽ സ്റ്റേ ആയിരുന്നു. ഇത് ഇൻവേർണസിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു നാഷണൽ ഫോറസ്റ്റിൻ്റെ അകത്തുള്ള സ്റ്റേയാണ്. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസും വേറെ കുറേ അല്ലാത്ത ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ പോയ ടൈമിൽ അവിടെ ഒരു സ്റ്റോം അലേർട്ട് ഉള്ളതുകൊണ്ട് ഭയങ്കര റോഡൊക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു. അതുപോലെ വാട്ടർ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു, ഭയങ്കര വിൻഡി ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും അവരത് ഫുൾ ക്യാൻസൽ ചെയ്തേക്കായിരുന്നു. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റിയും ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം അവിടുത്തെ ഡിന്നറൊന്നും അവൈലബിൾ ആയിരുന്നില്ല. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നത്. പക്ഷെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു, നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റും ഒരു കഫേയൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി അവിടെ നിന്ന് കഴിക്കാം എന്നുള്ള പ്ലാനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല വെതറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ ഇതുപോലെ വെള്ളത്തിൽ പോകുന്ന വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലൊക്കെ നല്ലൊരു ടൈമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള പ്ലാനാണ് നമ്മൾ ഇട്ടത്. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവരുടെ തന്നെ കഫേയിലാണ് പോയത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് അച്ചു ആൻഡ് ജീന. അങ്ങനെ ഇവിടുന്ന് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് എഡിൻബറോയിലേക്കാണ് പോയത്. ഇതിപ്പോൾ 2 ദിവസം അവധി കിട്ടുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് എവിടെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം പറയണത് എന്താണെന്നറിയോ? സ്കോട്ട്ലൻഡിൽ പോകാമെന്നാണ്. ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും, അതായത് മാഞ്ചസ്റ്റർ വന്നതിന് ശേഷം എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നമ്മളവിടെ പോകാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഗ്ലാസ്ഗോ എഡിൻബറോ പോലത്തെ സിറ്റിയിലൊന്നുമല്ല പോകാറ്. കൂടുതലും പോകുന്നത് ഇൻവേർണസ് അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഏതെങ്കിലും മലകൾ കയറുക, അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെയാണ് യൂഷ്വലി പോകാറ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ നേച്ചർ പേഴ്സണാണ് കമ്പയർഡ് ടു സിറ്റി ലൈഫ് വെച്ച് നോക്കുമ്പോൾ. ഞങ്ങൾ പക്ഷേ എഡിൻബറോയിലും കുറേ തവണ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 5-6 തവണ പോയിട്ടുണ്ട്. നമ്മൾ അന്നത്തെ ദിവസം അവിടെ ഫുൾ ഇതുപോലെ കറങ്ങി എല്ലാ കടയിലും കയറി ഇറങ്ങി. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇവർ ഈ മൂങ്ങേനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് തരും. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുത്തെ സ്ട്രീറ്റിലെ
ഫേമസ് ഫിലോസഫറായിട്ടുള്ള ഡേവിഡ് ഹ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഗുഡ് ലക്കിന് വേണ്ടി ഈ സ്റ്റാച്യുവിൻ്റെ കാലിൽ തൊട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കാണുന്നതാണ് സ്കോട്ട്ലാൻഡിലെ ട്രഡീഷണൽ ഡ്രസ്സും ട്രഡീഷണൽ ഫ്ലൂട്ടും. നേരത്തെ പറഞ്ഞ സ്റ്റാച്യു ഇല്ലേ, അതിൻ്റെ കാലിലിങ്ങനെ തൊടുന്ന ഒരു കസ്റ്റം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ കുറേ ഫിലോസഫി സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ആയിട്ട് മാറി. ഇത് കണ്ടോ, ഇത് അവിടുത്തെ സ്ട്രീറ്റിൽ നടന്നൊരു മാജിക് ഷോ ആണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ കപ്പിൻ്റെ അകത്തും ഓരോ ബോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഒരു ബോൾ എടുത്തിട്ട് വായിലിടും. അതിന് മാജിക്കൊക്കെ കഴിയുമ്പോൾ കപ്പിൻ്റെ മൂന്നും തുറന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും ബോൾസ് ഉണ്ടാകും. കുറേ നേരം നമ്മൾ ട്രിക്കൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്നു, പക്ഷെ പിന്നെ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ കുറേ ലോക്കൽ സ്റ്റോറുകളിലൊക്കെ പോയി കുറേ വൈൻ ആൻഡ് ആൽക്കഹോൾ കളക്ഷൻസൊക്കെ കണ്ടു, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ദ മിൽക്ക് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ പോയി. ആ കടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് കിട്ടും. എഡിൻബ്രോയിൽ 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് അവിടെ പോയത്. ബേസിക്കലി ഞാനങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒന്നും കഴിക്കുന്ന ആളല്ല, ബിക്കോസ് എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ അവിടുത്തെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ കൂടുതൽ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെയും കുറേ നേരം അവിടെ തേരാവാരാൻ നടന്നു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. പക്ഷെ ഞങ്ങൾ എടുത്തേക്കുന്ന ബാക്കി എല്ലാ വീഡിയോസും വെർട്ടിക്കൽ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം അത് നമുക്കിങ്ങനെ യൂട്യൂബ് ഫോർമാറ്റിലായിരുന്നില്ല. പക്ഷെ അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഷോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെയുള്ളൊരു വിസ്കിയുടെ ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ അവിടുത്തെ മക്കനി എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ പോയി മന്തി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീക്കെൻഡ് സ്കോട്ട്ലൻഡ് യാത്ര.